പ്രധാനപ്പെട്ട ഒരു വിഷയം നമ്മൾ ഒരു പശ്ചാത്തലമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഈ ദാരിദ്ര്യം അല്ലെങ്കിൽ അതിദാരിദ്ര്യം എന്നിവയുടെ നിർവചനങ്ങൾ അല്ലെങ്കിൽ ഡെഫിനിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സങ്കീർണതകളാണ്. എല്ലാ സാമ്പത്തിക ശാസ്ത്രജ്ഞരും അംഗീകരിക്കുന്ന ഒരു വിഷയം ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന സങ്കല്പത്തെ വളരെ ഒബ്ജക്റ്റീവായിട്ട് ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നിർവചിക്കാൻ അസാധ്യമാണ് എന്നുള്ളതാണ്. കാരണം ദാരിദ്ര്യത്തിന് പല മാനങ്ങളുണ്ട്. അതൊരു മൾട്ടി ഡൈമെൻഷണൽ കൺസെപ്റ്റാണ്, അല്ലെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭാസമാണ് ദാരിദ്ര്യം. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൻ്റെ ഒരു മാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു നിർവചനം നമ്മൾ കൊണ്ടുവരുമ്പോൾ മറ്റൊരാൾ വന്നിട്ട് ഇതല്ല മറ്റേതാണ് അല്ലെങ്കിൽ മറ്റൊന്നാണ്, മറ്റൊരു മാനം ആണ് ഈ ദാരിദ്ര്യത്തിൻ്റെ നിർവചനത്തിൻ്റെ ഭാഗമായിട്ട് എടുക്കേണ്ടത് എന്ന് വാദിക്കുമ്പോൾ അതും ശരിയാണ് എന്ന് പലപ്പോഴും പറയേണ്ടതായിട്ട് വരും. ഇതിനൊരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഒരു അനുഭവമാണ്. ദാരിദ്ര്യത്തെ വളരെ ഒബ്ജക്റ്റീവായിട്ട് നിർവചിച്ചു പോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതിനെ പലപ്പോഴും ആപേക്ഷികമായിട്ട് മാത്രമേ അല്ലെങ്കിൽ റിലേറ്റീവായിട്ട് മാത്രമേ നിർവചിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരുപാട് പാശ്ചാത്യ രാജ്യങ്ങളിൽ അവർ കാണുന്നത് ഈ ശരാശരി വരുമാനത്തിന് കൂടുതലുള്ളവരെത്ര കുറവെത്ര, അതാണ് അവരൊരു ദാരിദ്ര്യരേഖയായിട്ട് കണക്കാക്കുന്നത്. അല്ലാതെ ഒരു കേവലമായിട്ടുള്ള ഒരു ദാരിദ്ര്യരേഖയല്ല അവർ കണക്കാക്കുന്നത്. മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ പലതരം നിർവചനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ദാരിദ്ര്യത്തിൻ്റെ കണക്കെടുപ്പാണ് അവിടെയൊക്കെ നടക്കുന്നത്. അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു അനുഭവമാണ്. അതുകൊണ്ട് തന്നെ അത് ഒരുപാട് ആത്മനിഷ്ഠമാണ്. അതുകൊണ്ട് തന്നെ പലർക്കും അവരുടേതായിട്ടുള്ള ദാരിദ്ര്യത്തിൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിർവചനങ്ങളും തിരിച്ചറിവുകളും ഒക്കെ ഉണ്ടാവും. ദാരിദ്ര്യത്തിന് ഒരു നിർവചനം മാത്രമേ ഉള്ളൂ എന്ന് കരുതിക്കൊണ്ട് ഈ പണിക്കിറക്കി പുറപ്പെട്ടാൽ ആകെ കുഴപ്പത്തിലാകും. അതുകൊണ്ട് ലോകത്തെമ്പാടുമുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞരും സാമൂഹ്യ ശാസ്ത്രജ്ഞരും ഒക്കെ പറയുന്നത് പല വിധമായിട്ടുള്ള പല മാനങ്ങൾ കണ്ടുപിടിക്കുന്നതിന് അല്ലെങ്കിൽ പല മാനങ്ങളെ ഉൾക്കൊള്ളുന്നതിന് പല നിർവചനങ്ങൾ ഉപയോഗിക്കണം എന്നാണ് പൊതുവിൽ കണ്ടിട്ടുള്ളത്. അതേസമയം ചില രാജ്യങ്ങളിൽ, ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ചരിത്രപരമായിട്ട് തന്നെ ഈ ദാരിദ്ര്യത്തിനെ അളക്കുന്നതിന് വേണ്ടിയിട്ട് ചില മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചും വരുന്നുണ്ട്. അതിൽ ഔദ്യോഗികമായത് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഒരു നിശ്ചിതമായ അളവ് കലോറി ഉപഭോഗം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വരുമാനം ഒരു കുടുംബത്തിനോ വ്യക്തിക്കോ ഉണ്ടോ ഇല്ലയോ, അതിനെ ഒരു 2400 കലോറി പ്രതിദിനം ഗ്രാമീണ മേഖലകളിലും 2100 കലോറി പ്രതിദിനം നഗരമേഖലകളിലും ഉപഭോഗം ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള വരുമാനം ഒരു വ്യക്തിക്കോ കുടുംബത്തിനോ ഉണ്ടോ എന്ന് കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ ഒരു ദാരിദ്ര്യരേഖയായി കണ്ടുകൊണ്ട് ദാരിദ്ര്യത്തെ അളക്കുന്ന ഒരു രീതിയാണ് ഇന്ത്യ കുറേ കാലമായിട്ട് ഔദ്യോഗികമായിട്ട് തന്നെ അവലംബിച്ചിട്ടുള്ളത്. മറ്റ് ചില ഔദ്യോഗിക കമ്മിറ്റികൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെന്തിനാണ് കലോറി മാത്രം എടുക്കുന്നത്, പ്രോട്ടീൻ എടുക്കാത്തത് എന്താ, ഫാറ്റ് എടുക്കാത്തത് എന്താ, വിദ്യാഭ്യാസത്തിന് അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ട ചിലവുകൾ എന്താ അതിൻ്റെ കൂടെ ചേർക്കാത്തത്, ഭവനത്തിന് വേണ്ടിയുള്ള കണക്കുകൾ എന്താ ചേർക്കാത്തത്. കാരണം നമ്മൾ പലപ്പോഴും ദാരിദ്ര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഹിന്ദിക്കാർ പറയും റോട്ടി കപ്പട മക്കാൻ എന്ന് പറയും. അപ്പോൾ അതായത് ഭക്ഷണം, ഭവനം, അതുപോലെ തന്നെ വസ്ത്രം, ഇതെല്ലാം കണക്ക് കൂട്ടുന്ന ഒരു രീതി. ഇതിനെല്ലാം ആവശ്യമായിട്ടുള്ള പണം കണക്കാക്കുക. അപ്പോൾ കലോറി മാത്രം കണക്കാക്കിയാൽ ഒരു ദാരിദ്ര്യരേഖ, കലോറിയും പ്രോട്ടീനും ഫാറ്റും കണക്കാക്കിയാൽ മറ്റൊരു ദാരിദ്ര്യരേഖ, ഇനി ഇതിൻ്റെ കൂടെ വിദ്യാഭ്യാസവും ആരോഗ്യവും ഭവനവും ഒക്കെ ആഡ് ചെയ്താൽ മറ്റൊരു ദാരിദ്ര്യരേഖ. ഇനി മറ്റൊരു വിഷയമുള്ളത് ഇതൊക്കെ എങ്ങനെ നല്ലൊരു ഭവനത്തിൽ വസിക്കുന്നതിന് വേണ്ടിയിട്ട് എത്ര പണം വേണം എന്ന് നോക്കുമ്പോൾ ആ ഭവനത്തിന് വിസ്തീർണം എത്രയാവണം, അല്ലെങ്കിൽ ഒരാൾക്ക് ഇത്ര സ്ക്വയർ മീറ്റർ എന്നുള്ള രൂപത്തിലുള്ളൊരു കണക്കാണോ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഓരോരുത്തരും ഓരോ രീതിയിൽ കണക്കാക്കുമ്പോൾ പലതരം ദാരിദ്ര്യരേഖകളുണ്ടാവും, പലതരം ദാരിദ്ര്യത്തിൻ്റെ കണക്കുകളുണ്ടാവും, പലതരം ജനസംഖ്യയുടെ ഇത്ര വിഹിതമാണ് ദരിദ്രർ എന്ന് പറയുന്നതിന് പലതരം കണക്കുകളും നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ഇനി ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഐക്യരാഷ്ട്രസഭ എന്ന് പറഞ്ഞു, അല്ല ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു സംഗതി ഞങ്ങളുടെ അതിനെ ഞങ്ങൾ മാനവ വികസന സൂചിക അല്ലെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് വിളിക്കാമെന്ന് അവർ പറഞ്ഞു. അത് മറ്റൊരു രീതിയിൽ വരുമാനം, വിദ്യാഭ്യാസം, ആരോഗ്യം എന്നിവയെ ഒരു ഇൻഡെക്സ് പോലെ അതിനെ ആക്കി മാറ്റിക്കൊണ്ട് അതിനെ കണക്ക് കൂട്ടുന്നൊരു പ്രക്രിയയാണ് അവർ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് എന്ന് വിളിച്ചത്. അതിനുശേഷം 21ാം നൂറ്റാണ്ടായപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും മറ്റ് ചില സംഘടനകളുമൊക്കെ ചേർന്ന് വികസിപ്പിച്ചെടുത്തതാണ് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അല്ലെങ്കിൽ ബഹുമുഖ ദാരിദ്ര്യ സൂചിക എന്ന് പറയാൻ കഴിയുന്ന മറ്റൊരു സൂചിക. അത് ദാരിദ്ര്യത്തെ അല്ല അളക്കുന്നത്, മറിച്ച് നിരാലംബത്വത്തെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇല്ലായ്മയെ അളക്കുന്നതാണ്, അല്ലാതെ അത് ദാരിദ്ര്യത്തെ അളക്കുന്നതല്ല എന്നൊരു വിമർശനം
മറുവശത്ത് നിൽക്കുന്നുണ്ടെങ്കിലും അതും ഒരു ദാരിദ്ര്യത്തിൻ്റെ ഒരു സൂചികയായിട്ട് പലയിടത്തും ഉപയോഗിച്ച് വരുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ഒരു ഇത് ദാരിദ്ര്യത്തിൻ്റെ പ്രശ്നമാണ്. ഇനി അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിദാരിദ്ര്യം എങ്ങനെ നിർവചിക്കുമെന്ന പ്രശ്നമാണ്. അതിനും നോക്കിക്കഴിഞ്ഞാൽ ഇതേ പ്രശ്നം അവിടെയും ഉണ്ടാവും. പക്ഷെ അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഔദ്യോഗികമായിട്ടുള്ളൊരു നിർവചനം അതിദാരിദ്ര്യം എന്ന് പറയുന്ന ആ സങ്കല്പത്തിന് ഇല്ല. ലോകബാങ്ക് അതിദാരിദ്ര്യത്തിന് ഒരു ദാരിദ്ര്യ രേഖ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതായത് 2021 കണക്കനുസരിച്ച് നോക്കുമ്പോൾ $3 താഴെ വരുമാനമുള്ള ഒരാളെ അതിദരിദ്രർ എന്ന് വിളിക്കാം, എക്സ്ട്രീം പുവർ എന്ന് വിളിക്കാം എന്ന് ലോകബാങ്ക് പറയുന്നുണ്ട്. അതിന് മുമ്പ് $1 ആയിരുന്നു, പിന്നീട് അത് $2.15 പിന്നീട് അത് കൂടി $3 ഇപ്പോൾ നിൽക്കുന്നു. $3 പ്രതിശീർഷം പ്രതിദിനം. ഇതാണ് $3 പെർ പേഴ്സൺ പെർ ഡേ എന്നുള്ളതാണ് ആ എക്സ്ട്രീം പോവർട്ടിയുടെ ദാരിദ്ര്യരേഖയായിട്ട് ലോകബാങ്ക് കണക്ക് കൂട്ടിയിട്ടുള്ളത്. ഇതിനെ പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടൊന്നുമില്ല. അത് ലോകബാങ്ക് പറയുന്നു, അവർ കണക്ക് കൂട്ടി ഒരു പുസ്തകം ഇറക്കുന്നു എന്നുള്ളതല്ലാതെ ഇന്ത്യ ഇതിനെ എക്സ്ട്രീം പോവർട്ടി ആയിട്ട് ഒരു കാലത്തും അംഗീകരിച്ചിട്ടോ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടോ ഒന്നുമില്ല ഇത്തരത്തിലുള്ള കണക്കുകൾ. ഇന്ത്യക്ക് ഇന്ത്യയുടേതായിട്ടുള്ള ഈ കലോറി ഉപഭോഗത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ദാരിദ്ര്യരേഖയാണ് ഉപയോഗിച്ച് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ലോകബാങ്ക് പറയുന്നു ഇതാണ് ഒരു ദാരിദ്ര്യരേഖ, ഇതാണ് എക്സ്ട്രീം പുവർ എന്ന് ലോകബാങ്ക് പറയുന്നു. പക്ഷേ അതിന് ഇന്ത്യ അംഗീകരിച്ചിട്ടില്ല. ഇനി ഇന്ത്യയിലാകട്ടെ എക്സ്ട്രീം പുവർ അല്ലെങ്കിൽ അതിദരിദ്രർ എന്ന് പറയുന്ന ഒരു നിർവചനമുണ്ടോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇന്ത്യയിൽ പല സർക്കാർ സ്കീമുകൾക്ക് വേണ്ടി അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴായിട്ട് പലതരം ക്രൈറ്റീരിയ ഉപയോഗിച്ചിട്ടുണ്ട്, പലതരം മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ മാനദണ്ഡങ്ങൾ വിവരിക്കുന്നതിന് വേണ്ടിയിട്ട്, ഈ മാനദണ്ഡങ്ങൾക്കൊരു പേരിടുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ദരിദ്രരിൽ ദരിദ്രർ എന്നൊക്കെ ഒരു വിവരണം എന്ന രൂപത്തിൽ അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഒരു വിശകലന സങ്കല്പം അല്ലെങ്കിൽ ഒരു അനലിറ്റിക്കൽ കാറ്റഗറി എന്ന രൂപത്തിൽ അതിദരിദ്രർ എന്ന് പറയുന്ന സങ്കല്പത്തെ അവതരിപ്പിച്ചിട്ടില്ല. പക്ഷേ വിവിധ സ്കീമുകൾ, ഇപ്പോൾ ഉദാഹരണത്തിന് എത്ര പേർക്ക് സബ്സിഡി അടിസ്ഥാനത്തിൽ ഭക്ഷ്യധാന്യങ്ങൾ വേണം എന്ന് നോക്കുമ്പോൾ എല്ലാ കർഷക തൊഴിലാളികളും വേണം, എല്ലാ ആദിവാസി കുടുംബങ്ങളും വേണം, അല്ലെങ്കിൽ ഭൂമിയില്ലാത്ത എല്ലാവരും വേണം, അല്ലെങ്കിൽ ഡിസേബിൾ ആയിട്ടുള്ള എല്ലാവരും വേണം എന്നൊക്കെ ഒരു ഓട്ടോമാറ്റിക് ഇൻക്ലൂഷൻ്റെ ഭാഗമായിട്ടുള്ള കാറ്റഗറികൾ നമുക്ക് ഉപയോഗിക്കാം. അവരെ ചില സർക്കാർ ഡോക്യുമെൻറ്റുകളിൽ ഇവരാണ് ദരിദ്രരിൽ ദരിദ്രർ, പൂറസ്റ്റ് ഓഫ് ദ പൂർ എന്ന് പറയുകയും അവർക്ക് മഞ്ഞക്കാർഡ് അല്ലെങ്കിൽ അന്ത്യോദയ കാർഡ് പലപ്പോഴും കൊടുക്കുന്ന ഒരു രീതിയും ഇന്ത്യയിൽ അവലംബിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഇന്ത്യയിൽ ഇവരാണ് അതിദരിദ്രർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഔദ്യോഗിക നിർവചനമായിട്ട് മാറിയിട്ടില്ല. പിന്നെ കേരള സർക്കാരിൻ്റെ ചില സ്കീമുകളിൽ അതിദരിദ്രർ എന്ന് തോന്നിപ്പിക്കുന്ന ചില സങ്കല്പങ്ങളും ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് നിരാലംബർ എന്ന് വിളിക്കാൻ കഴിയുന്ന ഡെസ്റ്റിറ്റ്യൂട്ട് ഫ്രീ അല്ലെങ്കിൽ അഗതിരഹിത കേരളം എന്ന് പറയുന്ന പദ്ധതിയിൽ ഏകദേശം 9 ക്ലേശഘടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഒരു നിർവചനം നമ്മൾ 2016 കൊണ്ടുവന്നിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 2 ലക്ഷം കുടുംബങ്ങളെ, മുമ്പ് ആശ്രയ പദ്ധതിയിലുണ്ടായിരുന്ന കുടുംബങ്ങളെ പിന്നീട് അഗതിരഹിത കേരളം പദ്ധതിയിലേക്ക് കൊണ്ടുവന്നു. ഇവരെ അഗതികളെന്ന് വിളിക്കാം, പക്ഷേ ഇവരെയും അതിദരിദ്രർ എന്ന് വിളിക്കാൻ പറ്റുന്ന സംഘമായിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അവർ അഗതികൾ ആര് എന്നുള്ളതിന് ഒരു നിർവചനം ഉണ്ടായിരുന്നു. പിന്നെ 2021 ആയപ്പോൾ നമ്മൾ മറ്റൊരു സ്കീം കൊണ്ടുവന്നു. ഈ സ്കീം നിർത്തലാക്കിക്കൊണ്ടല്ല, ഈ സ്കീം നിലനിൽക്കുമ്പോൾ തന്നെ, അഗതിരഹിത കേരളം എന്ന പദ്ധതി നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവന്നു. ആ പദ്ധതി എന്ന് പറയുന്നത് അന്ത്യോദയ പദ്ധതി പോലെയല്ല, അല്ലെങ്കിൽ അഗതിരഹിത കേരളം പദ്ധതി പോലെയല്ല. ഇതൊക്കെ നിലനിൽക്കെ തന്നെ പാരലായിട്ട് വരുന്ന മൂന്നാമത് ഒരു പദ്ധതി എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കപ്പെടുന്നത്. അതിന് അതിൻ്റേതായിട്ടുള്ളൊരു നിർവചനം ഒരു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിദരിദ്രർ എന്ന സങ്കല്പത്തിന് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി. അപ്പോൾ ഇതാണോ അതിദരിദ്രർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവരാണ് അതിദരിദ്രർ, അത്രയേ നമുക്ക് പറയാൻ കഴിയൂ. അതിനപ്പുറം കേരളത്തിലെ വളരെ ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു ഡെഫിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇവരാണ് അതിദരിദ്രർ എന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്നൊന്നും പറയാൻ നിന്ന് കഴിഞ്ഞാൽ വളരെ അപകടമാണ്. അതൊന്നും ശരിയുമല്ല. കാരണം
ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ദാരിദ്ര്യം ഒരു അനുഭവമാണ്, ദാരിദ്ര്യം ഒരു ആത്മനിഷ്ഠമായിട്ടുള്ളൊരു അനുഭവമാണ്. അപ്പോൾ അതിന് അങ്ങനെയേ കാണാൻ കഴിയുള്ളൂ. പലതരം നിർവചനങ്ങൾ, പല മാനങ്ങൾ കണ്ടുപിടിക്കുന്നതിന്, പല മാനങ്ങൾ ഉൾക്കൊള്ളുന്നതിന് പലതരം നിർവചനങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ അഗതിരഹിതം കേരള പദ്ധതിക്ക് ഒരു മാനദണ്ഡം ഉപയോഗിച്ച് ഏകദേശം 2 ലക്ഷം പേരെ നമ്മൾ കണ്ടെത്തി. അതിനുശേഷം അതിലും പെടാത്ത ഏകദേശം 1 ലക്ഷം പേര് ഈ 64,006 കുടുംബങ്ങളിലുണ്ട് എന്ന് കണ്ടെത്തുകയും അവരെ നമ്മൾ അതിദരിദ്രർ എന്ന് വിളിക്കുകയും ആ കുടുംബങ്ങളെ അല്ലെങ്കിൽ ആ വ്യക്തികളെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഈ മൈക്രോ പ്ലാനും കുടുംബശ്രീയും പഞ്ചായത്തുകളെ ഉപയോഗിച്ച് നമ്മൾ ഉണ്ടാക്കുകയും അങ്ങനെ അവരെ ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരികയും നമ്മൾ ചെയ്തു. അതാണ് 2025 നവംബർ 1-ാം തീയതി നമ്മൾ വിജയകരമായിട്ട് പൂർത്തിയാക്കിയെന്ന് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇതിനർത്ഥം കേരളത്തിൽ അതിദരിദ്രരില്ലാണ്ടായി എന്നാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഒന്നേ ഉള്ളൂ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉപയോഗിച്ച മാനദണ്ഡം അല്ലെങ്കിൽ നിർവചനം ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിച്ച ഇത്രയും കുടുംബങ്ങളെ പുറത്തെത്തിച്ചു എന്ന അടിസ്ഥാനത്തിൽ നമുക്ക് അതിദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്തു എന്ന് പറയാം. ഇനിയിപ്പോൾ മറ്റൊരാൾ വന്നിട്ട് ഇതല്ല അതിദാരിദ്ര്യത്തിൻ്റെ ശരിയായിട്ടുള്ള നിർവചനം, മറ്റൊന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റൊരു സ്കീമിൻ്റെ ഭാഗമായോ അല്ലെങ്കിൽ മറ്റൊരു പദ്ധതിയുടെ ഭാഗമായോ കാണുകയേ നിവൃത്തിയുള്ളൂ. കാരണം ഈ സ്കീമിന് ഇതായിരുന്നു നിർവചനം, ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും കുടുംബങ്ങളെ കണ്ടെത്തി, ഇതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും പേരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തെത്തിച്ചു, അത് വിജയകരമായി പൂർത്തിയാക്കി. ഇനി ഈ പദ്ധതി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ മറ്റൊരു നിർവചനമുണ്ടാവും, കുറച്ചുകൂടി വിപുലമായതാവാം, കുറച്ചുകൂടി കുടുംബങ്ങളെ കണ്ടെത്തേണ്ടി വരും. അപ്പോൾ അവരെല്ലാം കണ്ടെത്തിക്കൊണ്ട് നിരന്തരമായി ദാരിദ്ര്യത്തിൻ്റെ പിടിയിൽ നിന്ന് അവരെ മോചിപ്പിച്ച് പുറത്തെത്തിക്കുന്ന ഒരു തുടർ പ്രക്രിയയായിട്ട് ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഒരു സങ്കല്പം, ഒരു ലക്ഷ്യം മാറേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതിവിടെ അവസാനിച്ച് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട് പോകുന്ന ഒരു സ്ഥിതി അല്ല നമുക്ക് ഉണ്ടാവേണ്ടത്. മുതലാളിത്ത സമൂഹത്തിൽ വർഗഘടനകൾ നിലനിൽക്കുന്നിടത്തോളം കാലം ദാരിദ്ര്യത്തിൻ്റെ നിരന്തരമായ ഉൽപ്പാദനം നടന്നുകൊണ്ടിരിക്കും, അസമത്വത്തിൻ്റെ നിരന്തരമായ വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നിരന്തരമായിട്ട് ഒരു തുടർ പ്രക്രിയയായിട്ട് ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ആ ദുരിതത്തെ അളക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും അതിനെ അഡ്രസ്സ് ചെയ്യുന്നതിനുമുള്ള പദ്ധതികൾ എപ്പോഴും നമുക്ക് വേണ്ടി വരും. അത് തുടർന്നുള്ള വർഷങ്ങളിൽ അത് തുടർന്നുകൊണ്ട് പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനം ദാരിദ്ര്യം, അതിദാരിദ്ര്യം തുടങ്ങിയിട്ടുള്ള സങ്കല്പങ്ങളുടെ വ്യത്യാസമാണ്. നമ്മൾ കണ്ടത് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് ഈ പദ്ധതിയുടെ കീഴിൽ നോക്കിക്കഴിഞ്ഞാൽ ദാരിദ്ര്യത്തിൻ്റെ അതിതീവ്രമായിട്ടുള്ളൊരു രൂപം അത് ചില ക്ലേശഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ നിർണ്ണയിക്കുമ്പോൾ ഇത്രയും പേരെയാണ് നമുക്ക് കിട്ടുന്നത് എന്നാണ് നമ്മൾ കണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പദ്ധതി പൂർത്തിയാക്കിയത്. പക്ഷേ ഇതിനെ വളരെ ഒബ്ജക്റ്റീവായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് ഈ വിഷയം ഇവിടെ അവസാനിപ്പിച്ചു കഴിഞ്ഞു എന്ന നിലപാടിലേക്ക് പോകുന്നത് അല്പം ഹീറോയിസമായിരിക്കും. അത് ആരും അങ്ങനെ ഒരു ക്ലെയിം തന്നെ കേരള സർക്കാരിനോ മറ്റോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പദ്ധതി തുടങ്ങുമ്പോൾ 2021 തുടങ്ങുമ്പോൾ ഇതിന് പിന്നോട്ട് ഒന്ന് സഞ്ചരിച്ച് നോക്കിക്കഴിഞ്ഞാൽ 1996 ജനകീയാസൂത്രണം നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് 1998 നമ്മൾ കുടുംബശ്രീ എന്ന് പറയുന്ന ആ ഒരു സംഘടന രൂപീകരിക്കുന്നത്. ഈ കുടുംബശ്രീ സംഘടനയുടെ ഒരു ഫൗണ്ടിങ് പ്രിൻസിപ്പിൾ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളതാണ്. അപ്പോൾ വനിതകളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കുകയും അവർക്ക് ചെറിയ വായ്പകൾ ലഭ്യമാക്കുകയും കുറച്ച് മൈക്രോ എൻ്റർപ്രൈസസ് അവർക്ക് തുടങ്ങാനുള്ള സഹായങ്ങൾ നൽകുകയും അതുവഴി സ്വയം തൊഴിൽ കണ്ടെത്താൻ അവരെ സഹായിക്കുകയും അതൊക്കെ വഴി അവരെ ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തെത്തിക്കുന്ന ഒരു നിരന്തര പ്രക്രിയ, അയൽക്കൂട്ടങ്ങളെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രക്രിയയായിട്ടാണ് നമ്മൾ അതിനെ കണ്ടത്. പക്ഷേ 2002 ആയപ്പോൾ നമ്മളൊരു പദ്ധതി തുടങ്ങി, ആശ്രയ പദ്ധതി. ഈ ആശ്രയ പദ്ധതിക്കകത്ത് കണ്ടത് ഒരു കൂട്ടം ക്ലേശഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറേയധികം കുടുംബങ്ങളെ കണ്ടെത്തിക്കൊണ്ട് അവരെ ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ളൊരു എഫർട്ടിൽ കൂടി ദാരിദ്ര്യത്തിൽ നിന്ന് അവരെ പുറത്തു കൊണ്ടുവരണം എന്നുള്ളതാണ് അന്ന് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഏകദേശം 2 ലക്ഷത്തിൽ താഴെ വരുന്ന കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തുകയും അവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ളൊരു ആക്ടിവിറ്റി ആരംഭിക്കുകയും ചെയ്തത്. പക്ഷേ ഈ പരിപാടി കുറേ വർഷങ്ങളിങ്ങനെ പോയപ്പോൾ അതിന് കുറേയധികം ന്യൂനതകൾ അതിൽ കാണാനായിട്ട് കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടാണ് 2016 ആയപ്പോൾ അതിനെ പുനരാവിഷ്കരിച്ചുകൊണ്ട് അഗതിരഹിത കേരളം എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതിയിലേക്ക് നമ്മൾ പോകുന്നത്. ഈ അഗതിരഹിതം കേരള പദ്ധതിയിൽ നമ്മൾ കണ്ടത് ഇതേ ആൾക്കാരെ തന്നെ കുറച്ചുകൂടി വിപുലമായിട്ടുള്ള ഇൻ്റർവെൻഷൻസ് ഉപയോഗിച്ചുകൊണ്ട് മൈക്രോ പ്ലാൻ എന്ന ഒരു സങ്കല്പം ഉപയോഗിച്ചുകൊണ്ട് ഇവരെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തെത്തിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് കണ്ടത്. ഇത് തുടർന്നു കൊണ്ടുവരികയാണ്.
ഇവർക്ക് അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന രൂപത്തിൽ അതിൻ്റെ പല ബെനിഫിറ്റുകൾ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ 2021 ആയപ്പോൾ പലരും ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നം, നിങ്ങൾ കുറേ പേർക്ക് അന്ത്യോദയ മഞ്ഞക്കാർഡ് ഉപയോഗിച്ച് ഫ്രീ ആയിട്ട് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കുന്നു, മറ്റു ചിലർക്ക് നിങ്ങൾ ഈ അഗതിരഹിത കേരള പദ്ധതിയുടെ ഭാഗമായിട്ട് ഗുണങ്ങൾ കൊടുക്കുന്നു. പക്ഷേ ഇതിലൊന്നും പെടാത്ത കുറേ ആൾക്കാർ ഇപ്പോഴും കേരളത്തിലുണ്ട് എന്ന ഒരു വിഷയം ഉയർന്നു വരുന്നു. അങ്ങനെ പലരും ചൂണ്ടിക്കാണിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് സർക്കാർ അന്ന് പ്രഖ്യാപിക്കുന്നത്, നമ്മൾ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുകയും ഇതുവരെ ഈ ആശ്രയ പദ്ധതിയിലോ അല്ലെങ്കിൽ അഗതിരഹിത കേരളം പദ്ധതിയിലോ ഒന്നും ഉൾപ്പെടാത്ത കുടുംബങ്ങളെ പ്രത്യേകമായി കണ്ടെത്തിക്കൊണ്ട്, അതായത് ഈ സ്കീമുകൾക്ക് അല്ലെങ്കിൽ ഈ പദ്ധതികൾക്ക് പൂർണ്ണമായിട്ടും അദൃശ്യരായിരുന്ന കുറേയധികം ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. കിടപ്പ് രോഗികൾ മാത്രമുള്ള ചില കുടുംബങ്ങൾ, പണിയെടുക്കാൻ ശേഷിയോ ത്രാണിയോ ഇല്ലാത്ത ആളുകൾ മാത്രമുള്ള കുടുംബങ്ങൾ, കുടുംബനാഥൻ ഉപേക്ഷിച്ചു പോയിട്ടുള്ള സ്ത്രീകൾ മാത്രമുള്ള അല്ലെങ്കിൽ വേറെ വരുമാന മാർഗങ്ങളൊന്നുമില്ലാത്ത ആളുകൾ മാത്രം താമസിക്കുന്ന ചില വീടുകൾ, ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രം താമസിക്കുന്ന വീടുകൾ, ഇവയൊക്കെ എന്ന് പറയുന്നത് പലപ്പോഴും നമ്മുടെ പല പദ്ധതികളിലും ഉൾപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അത് നമ്മുടെ ഒരു ന്യൂനതയാണ്. ചരിത്രപരമായിട്ട് നമ്മുടെ ഭരണ നിർവഹണത്തിന് വന്നിട്ടുള്ള ചില പിഴവുകളുടെ ഭാഗമായിട്ട് ഇവരൊക്കെ അദൃശ്യരായി പോയിട്ടുണ്ട്, ഇവരൊക്കെ നമ്മുടെ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ അല്ലാതായി പോയിട്ടുണ്ട്. മാത്രമല്ല, സാധാരണ നമ്മൾ ദരിദ്രർ എന്ന് വിളിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരിൽ നിന്ന് വിഭിന്നമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഇവർക്കുണ്ട്. മറ്റൊരാളുടെ സഹായമില്ലാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയാത്ത ഒരു സ്ഥിതി ഈ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ സാധാരണ ദരിദ്രർ എന്ന് വിളിക്കുമ്പോൾ ഒരു വരുമാനത്തിൻ്റെ കുറവ് അല്ലെങ്കിൽ തൊഴിലിൻ്റെ അഭാവം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അവർക്ക് തൊഴിലെടുക്കാൻ കഴിവില്ലാത്തതല്ല, പക്ഷേ തൊഴിൽ കിട്ടാത്തതാണ് പ്രശ്നം. അതുകൊണ്ടാണ് നമ്മൾ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ടൊക്കെ അതിനെ ബന്ധിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. തൊഴിലെടുക്കാൻ ശേഷിയുള്ള, കഴിവുള്ള, ആരോഗ്യമുള്ള ആരുമില്ലാത്ത വീടുകൾ, മറ്റു വരുമാന മാർഗമോ അല്ലെങ്കിൽ മറ്റാസ്തികളോ ഇല്ലാത്ത കുടുംബങ്ങൾ, ഇവർക്കൊക്കെ പരസഹായമോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ സഹായമോ കൂടാതെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല. ഒരു വിവരണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രം പറയുകയാണ്, സാധാരണ ദരിദ്രരും അതിദരിദ്രരും തമ്മിലുള്ളൊരു വ്യത്യാസം ഈ വിഷയത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ദരിദ്രർക്ക് അവരുടെ ജീവിതം കുറച്ച് ബുദ്ധിമുട്ടിയെങ്കിലും കൊണ്ടുപോകാനായിട്ട് കഴിയും മുമ്പോട്ട്. പക്ഷേ അതിദരിദ്രർക്ക് മറ്റു പരസഹായമോ സർക്കാർ സഹായമോ കൂടാതെ അതിനുപോലും കഴിയാത്ത കുടുംബങ്ങൾ, അവരിൽ ചിലർക്ക് ചിലപ്പോൾ അന്ത്യോദയ കാർഡ് ഉണ്ടാവാം, പക്ഷേ അത് അവർക്ക് കുറച്ച് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങിക്കാൻ അവർക്ക് സഹായമാകുന്നു എന്നുള്ളതല്ലാതെ ആ ഭക്ഷണം പാകം ചെയ്യാൻ കഴിവില്ലെങ്കിൽ എന്ത് ചെയ്യും? മറുവശത്ത് അവർക്ക് തന്നെ ഒരു വീടില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ അവർക്ക് കുറച്ച് ഭൂമിയുണ്ട്, പക്ഷേ ഒരു വീട് വയ്ക്കാൻ പര്യാപ്തമല്ലാത്ത വിസ്തീർണമുള്ള ഭൂമിയാണ്, അത് വളരെ ചെറിയൊരു തുണ്ട്, 1 സെൻറ്റ് ഭൂമിയോ അങ്ങനെയൊക്കെയാണ് എങ്കിൽ എന്തു ചെയ്യും? അപ്പോൾ അവർക്ക് കുറച്ചുകൂടി ഭൂമി ലഭ്യമാക്കാം, അല്ലെങ്കിൽ അവർക്കൊരു വീട് ലഭ്യമാക്കാം. ചിലപ്പോൾ ആരോഗ്യത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ ചിലർക്ക് ഒരു സർജറി ആവശ്യമായി വന്നേക്കാം. അപ്പോൾ അവർക്ക് സൗജന്യമായിട്ടൊരു സർജറി ഏർപ്പാടാക്കി കൊടുത്ത് ആ പ്രശ്നം അവിടെ പരിഹരിക്കാം. മറ്റു ചിലർക്ക് ഒരു വീൽ ചെയറിൻ്റെ ആവശ്യമുണ്ടാവും. അവരിപ്പോൾ കൂടുതലും ക്രച്ചസൊക്കെ ഉപയോഗിച്ചായിരിക്കും നിൽക്കുന്നത്. അവർക്കൊരു വീൽ ചെയർ കിട്ടിയാൽ കുറച്ചുകൂടി ഗുണമായി എന്നുണ്ടാവാം. അപ്പോൾ ഒരു വീൽ ചെയർ അവർക്ക് സൗജന്യമായി നൽകുന്ന ഒരു ഇൻ്റർവെൻഷൻ അവിടെ നടത്താം. അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ട് ഇവരെ പരസഹായമില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയിലുള്ള ഈ കുടുംബങ്ങളെ അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിരത, ഒരു ഉറപ്പ്, ഒരു സഹായഹസ്തം എന്ന രൂപത്തിൽ ഒരു പദ്ധതിയായിട്ടാണ് ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയെ അതിൻ്റെ ഡിസൈൻ തുടക്ക രൂപത്തിൽ തന്നെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്തത് ഓരോ വാർഡ് കമ്മിറ്റികളോട്, ഇത് പൂർണ്ണമായിട്ട് ഇത് സർക്കാർ മുകളിൽ നിന്ന് തീരുമാനിച്ച ഒരു ലിസ്റ്റൊന്നുമല്ല, പൂർണ്ണമായിട്ടും താഴേക്കിടയിൽ നിന്ന് ജനാധിപത്യ സംവിധാനങ്ങളിലൂടെ അതിൻ്റെ വിവിധ ചെക്സ് ആൻഡ് ബാലൻസസ് കടന്ന് വന്ന ഒരു ലിസ്റ്റാണിത്. അപ്പോൾ വലിയൊരു ലിസ്റ്റ്, ഇപ്പോൾ നിലവിലെ സ്കീമുകളുടെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ്,
കുടുംബശ്രീ ഗ്രൂപ്പുകൾ നടത്തിയ സർവേകളുടെ ഭാഗമായിട്ട് കിട്ടിയ ലിസ്റ്റ്, ആ പ്രദേശത്തെ വിവിധ ചാരിറ്റി ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ NGOകൾ നൽകിയിട്ടുള്ള ലിസ്റ്റ്, ഇതെല്ലാം കൂട്ടി വയ്ക്കുമ്പോൾ വലിയൊരു ലിസ്റ്റ് നമുക്ക് എല്ലാ പ്രദേശങ്ങളിലും കിട്ടും. പക്ഷേ അതിൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ ചിലർക്ക് കർഷക തൊഴിലാളി പെൻഷൻ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ ചിലർക്ക് മറ്റേതെങ്കിലും ക്ഷേമനിധി ബോർഡിൻ്റെ പെൻഷൻ കിട്ടുന്നുണ്ടാവും, മറ്റ് പല സ്കീമുകളിലും അവർക്ക് ആക്സസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം ഈ നിർവചനം തന്നെ മറ്റ് സ്കീമുകളിൽ ഗുണഭോക്താക്കളല്ലാത്തവർ എന്ന് തന്നെയാണ് കൃത്യമായിട്ട് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഗുണഭോക്താക്കളായിട്ടുള്ളവരുണ്ടെങ്കിൽ ചിലർ അഗതിരഹിത കേരളം പദ്ധതിയിൽ ഗുണഭോക്താക്കളായിരിക്കും. അവർക്ക് അവിടെ തന്നെ ഒരു കൂട്ടം സഹായങ്ങൾ കിട്ടുന്നുണ്ട്. അവരെ ഇതിലേക്ക് കൊണ്ടുവരേണ്ട കാര്യമില്ല. അപ്പോൾ അവരെയൊക്കെ നമ്മൾ ഒഴിവാക്കുന്നു. എന്ന് മാത്രമല്ല, മറ്റ് പല ക്ഷേമനിധി പെൻഷനും മറ്റ് പെൻഷനും ഒക്കെ കിട്ടുന്ന, അല്ലെങ്കിൽ വീട്ടിൽ ഒരാളെങ്കിലും ജോലിക്ക് പോകാൻ കഴിവുള്ള സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള കുടുംബങ്ങളെയൊക്കെ ഇതിൽ നിന്ന് മാറ്റി നിർത്തി ഓരോ വാർഡ് കമ്മിറ്റികൾ തരുന്ന പേരുകളൊക്കെ കൂട്ടിയിട്ടാണ് ഏകദേശം 1,18,000 കുടുംബങ്ങളെ നമ്മൾ കണ്ടെത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് അവിടുന്ന് പിന്നെ ഒരിക്കൽ കൂടി ചെക്ക് നടത്തുമ്പോൾ അഗതിരഹിതം കേരള പദ്ധതിയിലുള്ള ആൾക്കാരെ ഒഴിവാക്കി. അപ്പോൾ ഏകദേശം 87,000 പേരെ കിട്ടി. പിന്നെ ഫോക്കസ് ഗ്രൂപ്പ് ഡിസ്കഷൻസ് നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് ഈ ഓരോ വീട്ടിലും ഭവന സന്ദർശനം നടത്തി വിവരങ്ങൾ ശേഖരിച്ചു. ഈ വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇവർ മറ്റ് സ്കീമുകളിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ, മറ്റ് സ്കീമുകളിൽ അംഗങ്ങളാണോ, ആ വീട്ടിൽ ജോലിയെടുക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യുകയും അതിൻ്റെ ഭാഗമായിട്ട് 64,000 കുടുംബങ്ങളുടെ ഒരു ഫൈനൽ ലിസ്റ്റ് ഈ വാർഡ് കമ്മിറ്റികൾ തന്നെ നിശ്ചയിച്ച് നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പരിപൂർണമായിട്ട് കേരളത്തിൻ്റെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിൻ്റെ ജനാധിപത്യ സ്വഭാവം പരിപൂർണമായിട്ട് പ്രതിഫലിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ രീതിയാണ് ഇവിടെ അവലംബിച്ചിട്ടുള്ളത്. ചിലർ ഞാൻ പറയുന്നത് കേട്ടു, നിങ്ങൾ സർവേ നടത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഔദ്യോഗിക സർവേ വഴിയാണോ ഇവരെ കണ്ടെത്തിയത് എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഔദ്യോഗിക സർവേ നടത്തിയാണ് ദാരിദ്ര്യത്തെ ഇത്രയും വൃത്തികേടാക്കിയിട്ടുള്ളത് എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു ഉദാഹരണം ഞാൻ പറയാം. അപ്പോൾ മുമ്പ് നമ്മൾ ഈ APL BPL കാർഡുകൾ കൊണ്ടുവന്നത് 1997 അപ്പോൾ APL BPL കാർഡ് നമ്മൾ കൊണ്ടുവന്നപ്പോൾ എത്ര പേർക്ക് APL കാർഡ് വേണം, എത്ര പേർക്ക് BPL കാർഡ് വേണം എന്നുള്ളതിന് കേന്ദ്ര സർക്കാർ ഒരു നമ്പർ ഇങ്ങോട്ട് തന്നു. കേരളത്തിലെ ഉദാഹരണത്തിന് 25% പേര് ദരിദ്രരാണ്, അതുകൊണ്ട് 25% പേർക്ക് നിങ്ങൾ BPL കാർഡ് കൊടുക്കണം, ബാക്കിയുള്ളവർക്ക് APL കാർഡ് കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കിട്ടിയത് 25% എന്ന് പറയുന്ന ഒരു നമ്പറാണ്. ഈ ശതമാനം എന്ന് പറയുന്ന ആരാണ് എന്ന് നമുക്കറിയില്ല. ഈ 25% പെടുന്നവരാര് എന്ന് നമുക്കറിയില്ല. നമ്മളോടാകെ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ജനസംഖ്യയിൽ 25% BPL കാർഡ് കിട്ടാൻ അർഹതയുണ്ട് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ മറ്റൊരു സർവേ നടത്തി, അതിനെ നമ്മൾ BPL സർവേ എന്ന് വിളിച്ചു. ദേശീയ തലത്തിൽ നടത്തിയതാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്തൊക്കെയോ ചോദ്യങ്ങൾ ചോദിച്ചു. 13 ചോദ്യങ്ങൾ ചോദിച്ചു. കളർ TV ഉണ്ടോ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. കളർ TV ഉണ്ടെങ്കിൽ നിങ്ങൾ APL ആണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആണെങ്കിൽ നിങ്ങൾ BPL ആണെന്നൊക്കെ വരുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ ഒരു വളരെ പരിഹാസ്യമായിട്ടുള്ളൊരു സർവേ നടത്തിയിട്ട് നമ്മുടെ നാട്ടിൽ കുറേ പേർക്ക് BPL കാർഡ് കൊടുക്കാനായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞു. കേന്ദ്ര സർക്കാർ പറഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? നാട്ടിലെ ദരിദ്രർ മുഴുവൻ APL ആയി, കുറേയധികം ധനികരൊക്കെ BPL കാർഡ് കിട്ടുന്ന സ്ഥിതി ഉണ്ടായി. ആവശ്യമുള്ളവർക്ക് സബ്സിഡി നിരക്കിൽ റേഷൻ കിട്ടാത്ത സ്ഥിതി രാജ്യം മുഴുവൻ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ട് കേരളം സ്വീകരിച്ചൊരു നിലപാട് അന്ന് അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട്, ഞാൻ ഔദ്യോഗിക സർവേ നടത്തി കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു കേട്ടോ, ഔദ്യോഗിക സർവേ നടത്തി കണ്ടുപിടിച്ചതിൻ്റെ സകലമാന കുഴപ്പങ്ങളും ആ സർവേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൽ നിന്ന് മാറി നടന്നുകൊണ്ട് അന്ന് കേന്ദ്ര സർക്കാർ നമ്മളോട് പറഞ്ഞത്, നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ 10 ലക്ഷം BPL കാർഡ് മാത്രമേ കൊടുക്കാൻ അർഹതയുള്ളൂ എന്ന് കേന്ദ്രം ഈ സർവേയുടെ ഭാഗമായിട്ട് നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ കേരളത്തിൽ പറഞ്ഞു ഞങ്ങൾ 42 ലക്ഷം പേർക്ക് BPL കാർഡ് കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ 10 ലക്ഷം എന്ന് കേന്ദ്രം സർവേ വഴി കണ്ടെത്തി പറഞ്ഞതിനെ കേരളം പറഞ്ഞു ഞങ്ങൾ ഇവിടുത്തെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ഇവിടുത്തെ ദരിദ്രരെ ഞങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ട് ഞങ്ങൾ 42 ലക്ഷം പേർക്ക് ഈ റേഷൻ കാർഡ് BPL റേഷൻ കാർഡ് കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാർവത്രികത എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുക്കണം, പക്ഷേ സാർവത്രികതയിലേക്ക് കുറച്ചുകൂടി അടുത്തേക്ക് നടന്ന ഒരു സമീപനം കേരളം സ്വീകരിക്കുകയുണ്ടായി. അപ്പോൾ ഞാൻ പറയുന്നത്, ഈ ഒരു സർവേ നടത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ തീരും എന്ന് കാണുന്നത് ശരിയല്ല. പലപ്പോഴും സർവേ നടത്തുന്നതിൻ്റെ കുഴപ്പങ്ങളാണ് നമ്മൾ അനുഭവിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്തത് സർവേ നടത്തണം എന്ന് നമ്മൾ അംഗീകരിക്കുമ്പോഴും
ഈ ഒരു സ്കീമിൻ്റെ ഗുണഭോക്താക്കളെ നമ്മൾ കണ്ടെത്താനായിട്ട് ശ്രമിച്ചത് കുറച്ചുകൂടി താഴേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വിവിധ സ്ഥാപനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ദരിദ്രരെ കണ്ടെത്തുകയും അവരെ ഈ സ്കീമിൻ്റെ ഭാഗമായിട്ട് ഉൾച്ചേർക്കാനായിട്ട് ശ്രമിക്കുകയുമാണ് ചെയ്തത്. അത് എനിക്ക് തോന്നുന്നു പലപ്പോഴും പല രൂപത്തിലും ഈ വലിയ സർവേയൊക്കെ നടത്തി കണ്ടുപിടിക്കുന്നതിനേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ പല സഹായങ്ങൾ ആവശ്യമുള്ളത് ആര് എന്നുള്ളത് കണ്ടുപിടിക്കാൻ അത് നമ്മളെ സഹായിക്കും. ഏത് സർവേ നമ്മൾ നടത്തിയാലും അത് സെൻസസ് സർവേ ആണെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചറിയൽ സാധ്യമാകുന്നുള്ളൂ. നമ്മൾ സാമ്പിൾ സർവേ നടത്തിയിട്ട് ഇത്ര പേരാണ് ദരിദ്രരെന്ന് പറഞ്ഞുകൊണ്ട് ആയില്ല. കാരണം അത് എസ്റ്റിമേഷനേ ആവുന്നുള്ളൂ. നമ്മൾ അതിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല. എസ്റ്റിമേഷനും ഐഡൻറ്റിഫിക്കേഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എസ്റ്റിമേഷനിൽ നമുക്കൊരു ശതമാന സംഖ്യയാണ് കിട്ടുന്നത്. അവരാര് എന്ന് തിരിച്ചറിയുന്നതിന് മറ്റൊരു സംവിധാനം കൂടിയേ തീരൂ. ആ സംവിധാനത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വേണം നമ്മൾ ഈ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഉപയോഗിച്ചിട്ടുള്ള ചില ഉപകരണങ്ങളെ കാണാൻ. അല്ലാതെ അതിനെ തള്ളിക്കളഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.